നമുക്ക് ഇത്തിരി ഒന്നൊക്കെ മനസ്സ് വെച്ച് കഴിയുന്നാൽ ഈ അടുത്ത് പാർക്കുന്നവരുടെ വിശപ്പിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മഹാഭാരത കഥ അവസാനിക്കുകയാണ്. എല്ലാവരും കൂടി ഇങ്ങനെ മോക്ഷയാത്രയിലേക്ക് പോവുകയാണ്. 5 സഹോദരന്മാരുണ്ട്, ദ്രൗപദി ഉണ്ട്, പിന്നെ സദാ ഇവരോടൊപ്പം സഞ്ചരിച്ച നായയുണ്ട്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ വീഴുമ്പോഴും ഈ യുധിഷ്ഠിരൻ തിരിഞ്ഞു നോക്കുന്നില്ല. വീഴുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഞാൻ വീണത്? നിങ്ങളതെടുത്തുനിന്ന് വായിക്കണം. 5 പേരും വീണതിൻ്റെ കാരണങ്ങളൊന്ന് പഠിക്കണം. അതിൽ തന്നെ ദീർഘമായിട്ടുള്ളൊരു ധ്യാനപ്രസംഗമാണ്. അതിലൂടെലേക്ക് ഞാൻ മുതിരുന്നില്ല, പക്ഷെ അത് വെറുതെ ഒന്ന് വായിച്ചോളൂ. അതിൽ ഭീമം വീഴുന്നുണ്ട്. അപ്പോൾ അയാൾ ചോദിക്കുന്നു, ചേട്ടാ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ വീണത്? എന്തുകൊണ്ട് എനിക്ക് മോക്ഷം കിട്ടാതെ പോകുന്നത്? അപ്പോൾ യുധിഷ്ഠിരൻ തൻ്റെ യാത്ര തെല്ലു അവസാനിപ്പിക്കാതെ മുമ്പോട്ട് നോക്കി നടക്കുകയാണ്. അതിനിടയിൽ അയാൾ പറയുന്നുണ്ട്, നീ കൂടുതൽ ഭക്ഷിച്ചു. അതുകൊണ്ടാണ് ഒരു മരപ്പണിക്കാരൻ ഇങ്ങനെ ഇരുന്ന് തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഇങ്ങനെ കട്ടമരത്തിലിരുന്ന്, ഇപ്പോൾ ഭക്ഷിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം. ഭക്ഷണം മോശമായതുകൊണ്ടാണോ? ഇപ്പം നമ്മൾ പറയുന്ന കുർബാന പോലും ഭക്ഷണമാണ്. ഭക്ഷണത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് തന്നെ ഓർക്കാനാണ് പറയുന്നത്. പക്ഷെ ഭക്ഷണത്തിനൊരു ധാർമ്മികതയുണ്ട്. മനുഷ്യർ വിശക്കുന്ന ഒരു ഭൂമിയിൽ നമ്മുടെ ഭക്ഷണശീലങ്ങൾ നീതീകരിക്കപ്പെടുന്നില്ല. ഒരാൾക്ക് ജീവിക്കാനായിട്ട് എന്തുമാത്രം കാര്യങ്ങൾ വേണം. അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ഒരു പ്രത്യേക ജീവിത രീതി കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വിശക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ്. അറബികൾക്കിടയിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അറബി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ അറിയാവുന്ന ആ ഒരു പോളിഷ്ഡ് റിഫൈൻഡ് അറബി എന്നല്ല, ഈ ബദൂസ് എന്ന് പറയും. അങ്ങനെ വളരെയേറെ മരുഭൂമികളിൽ മാത്രം ജീവിച്ചിരുന്ന അറബി. അവർക്കിടയിൽ ഒരു ചൊല്ലുണ്ട്, അപ്പം എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിൻ്റെ പാതി അപർണാണ്.